ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചില പാഠങ്ങളെക്കുറിച്ചാണ്. ഞാനൊരു 10-15 വർഷം പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരേ ഒരു കാര്യം മാത്രം മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എൻ്റെ തിങ്കിങ് സ്റ്റൈൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ ഞാൻ കണ്ടിരുന്ന രീതിയാണ്. അതായത് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നത് റിയാലിറ്റിയെക്കുറിച്ചുള്ള എൻ്റെ ചിന്താഗതിയാണ്. പലപ്പോഴും മാനിഫെസ്റ്റേഷനിൽ നമ്മൾ വരുത്തുന്ന അബദ്ധങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവ ആയിരിക്കില്ല. അത് വളരെ ലോജിക്കലായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം നമ്മൾ എത്രയോ പുസ്തകങ്ങൾ വായിക്കുന്നു, എത്രയോ വീഡിയോകൾ കാണുന്നു, പല ടെക്നിക്സും പരീക്ഷിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്? മാനിഫെസ്റ്റേഷൻ പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല, അത് നമ്മളതിനെ സമീപിക്കുന്ന രീതി തെറ്റായതുകൊണ്ടാണ്. നമ്മുടെ വിലപ്പെട്ട സമയം വെറുതെ കളയാതിരിക്കാൻ ഞാൻ പഠിച്ച 5 പ്രധാന പാഠങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലൊന്നാമത്തേത് പുറം ലോകം മാറാൻ കാത്തിരിക്കുന്നതാണ്. തൻ്റെ സാഹചര്യം മാറിയാൽ ഞാൻ ഹാപ്പിയാകും എന്ന് ചിന്തിക്കുന്നതാണ്. ജോലി കിട്ടിയാൽ എനിക്ക് കോൺഫിഡൻസ് വരും, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൂടിയാൽ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ കരുതും. ഇത് കേൾക്കാൻ വളരെ ശരിയാണെന്ന് തോന്നുമെങ്കിലും ഇത് നിങ്ങളുടെ പവർ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നർ സ്റ്റേറ്റ് ആണ് ആദ്യം മാറേണ്ടത്. അത് മാറിയാലേ പുറത്തുള്ള സാഹചര്യങ്ങൾ മാറൂ. സമാധാനം എന്നത് പണം വരുമ്പോൾ കിട്ടുന്നതല്ല. സമാധാനമുള്ളൊരു മനസ്സുണ്ടാകുമ്പോഴാണ് പണം നിങ്ങളെ തേടി വരുന്നത്. അതുകൊണ്ട് ലോകം മാറിയിട്ട് മാറാം എന്ന് കരുതി വെറുതെ സമയം കളയരുത്. നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ മാറാത്തിടത്തോളം കാലം നിങ്ങളുടെ തീരുമാനങ്ങളും പ്രതികരണങ്ങളും പ്രതീക്ഷകളും പഴയതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ പുറം ലോകവും പഴയ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ടല്ല വിജയം വരുന്നത്. വിജയം വരുന്നത് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. സമാധാനം പണത്തിൽ നിന്ന് അല്ല ഉണ്ടാകുന്നത്. സമാധാനമുള്ളൊരു മനസ്സിലേക്കാണ് സമ്പത്ത് ആകർഷിക്കപ്പെടുന്നത്. പുറം ലോകം നിങ്ങളെ മാറ്റാൻ കാത്തു നിൽക്കാതെ ഉള്ളിൽ നിന്നും മാറ്റം തുടങ്ങാം. ഇനി രണ്ടാമത്തേതാണ് മാനിഫെസ്റ്റേഷൻ എന്നത് വെറും ഒരു ടെക്നിക്കല്ല എന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറെ അഫർമേഷൻസ് പറയുകയോ രാവിലെ എഴുന്നേറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ പേപ്പറിൽ കാര്യങ്ങൾ എഴുതി വെക്കുന്നതോ മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എപ്പോഴും പുതിയ പുതിയ മെത്തേഡുകൾക്ക് പിന്നാലെയായിരുന്നു എൻ്റെ ഓട്ടം. ഒന്ന് വർക്കായില്ലെങ്കിൽ അടുത്തത്. ഓരോ തവണയും ഒരു രീതി ഫലിക്കാതെ വരുമ്പോൾ ഞാൻ കരുതും ആ ടെക്നിക്ക് ശരിയല്ലെന്ന്. ഉടനെ അടുത്തതിലേക്ക് മാറും. അങ്ങനെ ആ സൈക്കിളിൽ കുടുങ്ങിപ്പോവും. സത്യത്തിലെ ടെക്നിക്കുകളൊന്നും അല്ല നിങ്ങൾക്ക് റിസൾട്ട് തരുന്നത്. രണ്ടുപേരും ഒരേ മെത്തേഡ് ഉപയോഗിച്ചാലും ഒരാൾക്ക് റിസൾട്ട് കിട്ടും, മറ്റൊരാൾക്ക് കിട്ടില്ല. എന്തായിരിക്കും അതിൻ്റെ വ്യത്യാസം? അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ് എന്നതാണ്. നിങ്ങളൊരു കഷ്ടപ്പെടുന്ന വ്യക്തി എന്ന നിലയിലാണ് അഫർമേഷൻസ് പറയുന്നതെങ്കിൽ അത് മുഴുവൻ ആ കഷ്ടപ്പാടും നെഗറ്റീവ് വൈബും ആയിരിക്കും. നേരെ മറിച്ച് നിങ്ങളൊരു വിജയി ആണെന്ന ബോധ്യത്തോടെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാധാരണ ചിന്തകൾ പോലും പോസിറ്റീവായിട്ട് ഉള്ള റിസൾട്ട് നൽകും. അതുകൊണ്ട് പുതിയ ടെക്നിക്കുകൾ തിരയുന്നതിന് മുൻപ് നിങ്ങളെക്കുറിച്ച് തന്നെയുള്ള ധാരണ മാറ്റുക. ഇനി മൂന്നാമത്തേത്, റിസൾട്ടിന് പിന്നാലെ ഓടരുത്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും അത് നടന്നോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഫോണിൽ മെസ്സേജ് വന്നോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഈ ചെക്കിങ് ശരിക്കും സൂചിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഇപ്പോൾ ഇല്ല എന്നതാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് ഇതിപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് റിസൾട്ടിന് പകരം നിങ്ങളുടെ സങ്കല്പങ്ങളിൽ, അതായത് അസംഷനുകളിൽ ശ്രദ്ധിക്കാം. ഇത് നടക്കുമോ എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്കിപ്പോൾ എന്താണ് സ്വാഭാവികമായി, അതായത് നോർമലായിട്ട് തോന്നുന്നത് എന്ന് ചോദിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യമാണോ നോർമലായിട്ട് തോന്നുന്നത് അത് വീണ്ടും വീണ്ടും സംഭവിക്കും. നിങ്ങൾക്ക് കഷ്ടപ്പാടാണ് നോർമലായി തോന്നുന്നതെങ്കിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ വിജയം നോർമലായി തോന്നാൻ തുടങ്ങിയാൽ ജീവിതം മാറി തുടങ്ങും. ഇനി നാലാമത്തേത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളെ വിലയിരുത്തരുത്.
എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് കോൺഫിഡൻസ് കുറവാണ്, ഞാൻ പണത്തിൻ്റെ കാര്യത്തിൽ അത്ര പോരാ, ഇതൊക്കെ പലരും ഒരു വസ്തുത പോലെ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടാകും അല്ലേ? പഴയ അനുഭവങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഐഡൻറ്റിറ്റിയൊക്കെ ഉണ്ടാക്കുന്നത്. ഓർക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണെന്ന് വിശ്വസിക്കുന്നുവോ അതാണ് ജീവിതത്തിൽ ഉണ്ടാകുക. നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറുമ്പോൾ നിങ്ങളുടെ സ്വഭാവം താനെ മാറും. സ്വഭാവം മാറുമ്പോൾ റിസൾട്ട് മാറും. അതുകൊണ്ട് ഞാൻ ആരാണ് എന്നതിനെക്കുറിച്ച് പുതിയൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി അനുസരിച്ചാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഞാൻ ഭാഗ്യമില്ലാത്തവനാണ് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ നല്ല അവസരങ്ങൾ വന്നാൽ പോലും നിങ്ങളത് ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ ഭയം കാരണം അത് വേണ്ടെന്ന് വെക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എന്താണെന്നാണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി 5-ാമത്തേത്, സമയം പരിമിതമാണെന്നുള്ള തിരിച്ചറിവ്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. നമുക്കൊരുപാട് സമയമുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. അടുത്ത വർഷം സീരിയസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ എല്ലാം ഒന്ന് സെറ്റിലായിട്ട് ചെയ്യാം എന്നൊക്കെ കരുതി നമ്മൾ നീട്ടി വെക്കും ഓരോ കാര്യങ്ങളും. പക്ഷെ 5-10 വർഷമൊക്കെ പെട്ടെന്ന് കടന്നു പോകും. ജീവിതം നിങ്ങൾക്കായി കാത്തു നിൽക്കില്ല. ഈ നിമിഷം ഒരു തീരുമാനം എടുക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾ ആരാകണം, നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണം എന്ന കാര്യത്തിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം. നമ്മുടെ പ്രായം കൂടുന്തോറും വർഷങ്ങൾ വേഗത്തിൽ കടന്നു പോകും. നിങ്ങളുടെ പഴയ രീതികൾ മാറാതെ ഇരിക്കും തോറും അവ കൂടുതൽ ശക്തമാവും. പിന്നീട് അത് മാറ്റാൻ വളരെ പ്രയാസമായിരിക്കും. മാറ്റം വരാത്തതിൻ്റെ വില പെട്ടെന്ന് അറിയില്ലെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സമയം വെറുതെ കളഞ്ഞല്ലോ എന്നൊരു തോന്നലുണ്ടാകും നമുക്ക്. നിങ്ങൾക്ക് വേണ്ടത് കൂടുതൽ സമയമല്ല, മറിച്ചൊരു തീരുമാനമാണ്. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ഇന്ന് തന്നെ തീരുമാനം എടുക്കുക. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കിയ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാനതൊന്നുകൂടി പറയാം. പുറം ലോകം മാറാൻ കാത്തിരിക്കരുത്. 2-ാമത്തേത്, മാനിഫെസ്റ്റേഷനെ വെറുമൊരു ടെക്നിക്കായിട്ട് മാത്രം കാണരുത്. 3-ാമത്തേത്, റിസൾട്ടിന് പിന്നാലെ ഓടരുത്. 4-ാമത്തേത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളെ വിലയിരുത്തരുത്. 5-ാമത്തേത്, സമയം പരിമിതമാണെന്നുള്ള തിരിച്ചറിവ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും വലിയ പരാജയം റിസൾട്ട് കിട്ടാത്തതൊന്നുമല്ല, മറിച്ച് വർഷങ്ങളോളം വെറുതെ ഇരുന്ന് ചിന്തിച്ചും പേടിച്ചും സമയം കളയുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ ലോകം മാറിയാൽ പുറത്തെ ലോകം താനെ മാറിക്കൊള്ളും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്